ഇറാന്റെ പ്രസിഡന്റ് എബ്രഹാം റൈസിയും അവരുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയും മറ്റു ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ വാർത്തയാണ് ഇന്ന് മിഡിൽ ഈസ്റ്റിനെ മുഴുവനും പിടിച്ചുലയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇറാൻ എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റിലെ മോസ്റ്റ് പവർഫുൾ കൺട്രിയുടെ ഒരു തലവനാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു അപകട മരണത്തിന് പിറകിൽ മൊസാഡ് എന്ന് പറയുന്ന ഇസ്രായേലിലെ സംഘടനയുടെ പ്രവർത്തനം ഉണ്ടെന്ന് പറയുന്ന ആരോപണമാണ് ഇന്ന് പല എക്സ്പേർട്സും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുള്ള കാര്യമായിട്ടാണ് ഈ ഒരു അപകടത്തെ പല എക്സ്പേർട്സും വ്യാഖ്യാനിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്? ഇന്ന് മിഡിൽ ഈസ്റ്റിൻ്റെ അകത്ത് തന്നെ വ്യാപകമായ തോതിൽ എബ്രഹാം റൈസിയുടെ മരണം വലിയ തോതിലൊരു ആഘോഷമായിട്ട് മാറ്റപ്പെടുന്നു പറയുന്നൊരു കാര്യത്തെപ്പറ്റിയും ഇവിടെ കാണാൻ സാധിക്കും. ആരാണ് എബ്രഹാം റൈസി? എന്തുകൊണ്ട് എബ്രഹാം റൈസിയുടെ മരണവും ഇന്ന് മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറാൻ പോകുന്ന കാര്യങ്ങളും ഒരേപോലെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വിഷയമായിട്ട് മാറുന്നത്? ഇന്ത്യക്കാരെ നമ്മൾ ഓരോരുത്തരെയും ഇതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? വളരെയധികം വിശദമായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെപ്പറ്റി ഈ ഒരൊറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാം. രണ്ടായിരത്തി 2021 എബ്രഹാം റൈസി ഇറാന്റെ പ്രസിഡന്റായിട്ട് അധികാരത്തിൽ വരുന്നത്. ആ ഒരു അധികാരമാറ്റം സംഭവിച്ചപ്പോൾ അത് ഇറാനിലും ലോകത്തിലെ പല പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും വലിയൊരു പൊളിറ്റിക്കൽ പ്രശ്നം സൃഷ്ടിക്കാനുള്ള കാരണമായിട്ട് മാറുമെന്നുള്ള അഭിപ്രായങ്ങളും പലരും ഉന്നയിച്ചിരുന്നു. കാരണം എബ്രഹാം റൈസിയുടെ കഴിഞ്ഞൊരു 40 വർഷ കാലയളവിലെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ പല മേഖലയിലുള്ള ആ ഒരു പ്രവർത്തന രീതി തന്നെയാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഉന്നയിക്കപ്പെട്ടത്. പ്രത്യേകിച്ച് ഇറാൻ കൂടുതൽ മതപരമായ രീതിയിലുള്ളൊരു മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്നും അത് ഇറാനിലെ ജനങ്ങൾക്കിടയിൽ തന്നെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള കാരണമായി തീരുമെന്നുള്ള അഭിപ്രായങ്ങളും അന്ന് പലരും ഉന്നയിച്ചിരുന്നു. ഈവൻ നമ്മുടെ രാജ്യമായ ഇന്ത്യക്ക് പോലും ഇതൊരു പ്രതികൂലമായ ഒരു അവസ്ഥയായിരിക്കാമെന്ന് സൃഷ്ടിക്കാൻ പോകുന്നു പറഞ്ഞ അഭിപ്രായങ്ങളും അന്ന് ഉന്നയിക്കപ്പെട്ടതാണ്. സോ എന്തുകൊണ്ട് ഇങ്ങനെ അഭിപ്രായം ഉന്നയിക്കപ്പെട്ട സംശയം പലർക്കും ഉണ്ടായേക്കാം. ഇതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ ആരാണ് എബ്രഹാം റൈസി എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി അറിയേണ്ടതുണ്ട്. അതെല്ലാം മനസ്സിലാക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാം. 2024 മെയ് 19 അസർബൈജാൻ ഇറാൻ്റെ തൊട്ടടുത്തുള്ള രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ അതിർത്തിയിലോട്ട് ഇറാൻ്റെ ഒരു സംഘം ചെല്ലുകയാണ്, ഒരു ഡെലിഗേഷൻ പോവുകയാണ്. ഈ ഡെലിഗേഷനിൽ ഇറാൻ്റെ പ്രസിഡന്റും അവരുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയും മറ്റു ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരും അടങ്ങിയിട്ടുണ്ട്. ഇവർ അങ്ങോട്ട് ചെല്ലുന്നത് അസർബൈജാനും ഇറാനും കൂടെ സംയുക്തമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡാമിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയാണ്. മൊത്തത്തിൽ 3 ഡാമാണ് അസർബൈജാനും ഇറാനും കൂടെ നിർമ്മിക്കുന്നത്. അസർബൈജാനും ഇറാനും ഒരു നല്ല സ്ട്രോങ് റിലേഷൻഷിപ്പുള്ള രാജ്യമാണെങ്കിലും ഈ അസർബൈജാൻ തന്നെ ഇസ്രായേലുമായിട്ട് പല മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അസർബൈജാനിലോട്ട് ചെല്ലുന്ന ഇറാൻ്റെ പ്രസിഡന്റ് ആദ്യം റോഡ് മാർഗമാണ് സഞ്ചരിക്കാൻ പോകുന്നു പറയുന്ന കാര്യമായിരുന്നു പുറത്തു വന്നത്. എന്നാൽ പിന്നീട് അവസാന നിമിഷം ഇദ്ദേഹം ഹെലികോപ്റ്റർ മാർഗമാണ് സന്ദർശിക്കാൻ പോകുന്നു പറയുന്ന കാര്യമായിരുന്നു പുറത്തു വന്നത്. അങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നു, അവിടെ ഡാമിന് ഇനോഗ്രേഷൻ നടത്തുകയാണ്, സ്പീച്ചൊക്കെ നടത്തുന്നു, അവിടെയുള്ള എല്ലാ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നു, അസർബൈജാൻ്റെ പ്രസിഡന്റുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ചർച്ചകൾ കഴിഞ്ഞ് തിരികെ 3 ഹെലികോപ്റ്ററിലായിട്ട് ഈ സംഘങ്ങൾ ടെഹ്റൈനിലോട്ട് 600 കിലോമീറ്ററാണ് ഈ അതിർത്തിയിൽ നിന്ന് ടെഹ്റൈൻ എന്ന് പറയുന്ന ഇറാൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലോട്ടുള്ളത്. സോ അത്രയും ദൂരം തിരികെ ഹെലികോപ്റ്റർ തന്നെ ഇവർ വരുന്നു പറയുന്ന വാർത്തയും പുറത്തു വന്നു. ഈ വാർത്ത പുറത്തു വന്ന് ഏതാനും മണിക്കൂറുകൾക്കും തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്ററിൻ്റെ മുഴുവൻ കമ്മ്യൂണിക്കേഷനും റദ്ദാക്കപ്പെട്ടു എന്നുള്ള കാര്യത്തെപ്പറ്റിയുള്ള വാർത്തയായിരുന്നു പുറത്തു വന്നത്. അതായത് ഹെലികോപ്റ്റർ ഒരു ഹാർഡ് ലാൻഡിങ് ചെയ്തിരിക്കുക എന്നുള്ള കാര്യമായിരുന്നു ഔദ്യോഗികമായിട്ട് ഇറാൻ്റെ സ്റ്റേറ്റ് റൺ മീഡിയയും മറ്റു പല പ്രധാനപ്പെട്ട വ്യക്തികളും കൺഫേം ചെയ്തത്. സോ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തെപ്പറ്റി ഒരു വ്യക്തതയുമില്ല. കാരണം ഒപ്പം സഞ്ചരിച്ച മറ്റു 2 ഹെലികോപ്റ്റേഴ്സ് തിരികെ കൃത്യമായിട്ട് ടെഹ്റൈനിൽ എത്തിയിട്ടുണ്ട്. സോ ഈ പ്രസിഡന്റ് സഞ്ചരിച്ച വിമാനത്തിന് എന്ത് സംഭവിച്ചെന്ന കാര്യത്തെപ്പറ്റി ഒരു സ്ഥിരീകരണമില്ല. അവസാനം ഒരു റെസ്ക്യൂ ടീമിനെ അങ്ങോട്ടേക്ക് അയക്കുകയാണ്. ഈ റെസ്ക്യൂ ടീം ഒരു ഇടതൂർന്ന കാടിലൂടെ ചെന്ന് അകത്തോട്ട് പ്രവേശിച്ച് അവിടെ മൊത്തത്തിൽ സെർച്ച് ചെയ്യുകയാണ്. ആദ്യഘട്ടങ്ങളിൽ ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവസാനം റെസ്ക്യൂ ടീം എബ്രഹാം റൈസി സഞ്ചരിച്ചിരുന്ന ഒരു ഹെലികോപ്റ്ററിൻ്റെ അവശിഷ്ടം കണ്ടെത്തുകയാണ്. ഈ അവശിഷ്ടം കൂടാതെ തന്നെ ഹെലികോപ്റ്ററിനകത്തുണ്ടായിരുന്ന ഒരാളും ജീവനോടില്ലെന്ന് പറയുന്ന ഔദ്യോഗികമായ സ്ഥിരീകരണം ഇറാൻ പുറത്തുവിടുന്നു. വാർത്തകൾ പെട്ടെന്ന് തന്നെ കാട്ടുതീ പോലെ ഓരോ ആൾക്കാരുടെ എത്തപ്പെടുകയാണ്. ഈ സമയത്ത് ടെഹ്റൈനിലും ഇറാൻ്റെ പല മേഖലകളിലും ജനങ്ങൾ തെരുവിലിറങ്ങിപ്പോലും ഈ ഒരു വാർത്ത ആഘോഷമാക്കി മാറ്റിയെന്ന് പറയുന്ന രീതിയിലുള്ള വാർത്തകൾ പല പ്രധാനപ്പെട്ട മീഡിയ റിപ്പോർട്ട് ചെയ്യുകയാണ്. പല പ്രദേശങ്ങളിലും പടക്കം പൊട്ടിച്ചുപോലും ഈ മരണത്തെ സ്വീകരിച്ചു എന്നൊരു കാര്യമായിരുന്നു പുറത്തു വന്നത്. സോ ഇപ്പോഴാണ് പലർക്കും തോന്നുന്ന സംശയം, എന്താണ് എബ്രഹാം റൈസിക്കെതിരെ ഇത്രമാത്രം വ്യാപകമായ പ്രതിഷേധം സ്വന്തം രാജ്യത്തിൻ്റെ അകത്തുനിന്ന് പോലും വരാനുള്ള കാരണമെന്ന് പറയുന്നത്. ഇവിടെയാണ് എബ്രഹാം റൈസിയുടെ കഴിഞ്ഞ 46 വർഷ കാലങ്ങളിലുള്ള പ്രവർത്തന രീതിയെപ്പറ്റിയും ചില പ്രധാനപ്പെട്ട വിവാദമായിരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത്. എബ്രഹാം റൈസി ആദ്യമായിട്ട് ഈ ഒരു മൊത്തം അധികാര തലപ്പത്തോട്ട് പ്രവേശിക്കുന്ന 1988 ശേഷമാണ്.
അതിന് മുന്നിലുള്ള കാലയളവ്, അത് ഇസ്ലാമിക് റെവല്യൂഷൻ വഴി ഇറാനിൽ ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിതമാകുന്നത് 1976 അന്ന് ഷാ എന്ന് പറയുന്ന ഇറാൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക് റെവല്യൂഷൻ വഴി ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലോട്ട് എത്തപ്പെടുമ്പോൾ അന്ന് ഇറാനിൽ പുതിയൊരു അധ്യായമായിരുന്നു തുറക്കപ്പെട്ടത്. ആ ഒരു അധ്യായത്തിൽ പല സാധാരണക്കാര ജനങ്ങളും വലിയ തോതിലുള്ള തീവ്രമായ പ്രശ്നം അനുഭവിച്ചു എന്ന് പറയുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ്. സോ അങ്ങനെ ഇസ്ലാമികമായ ആശയങ്ങളും ഇസ്ലാമികമായിരിക്കുന്ന ഒരു ഭരണ പ്രക്രിയയും ഇറാനിൽ നിലവിൽ വന്നിരുന്നു. അങ്ങനെ ഇറാൻ ഒരു പാർഷ്യൽ ഡിക്റ്റേറ്റർഷിപ്പിലോട്ട് കീഴടങ്ങപ്പെട്ടത് കാണാൻ സാധിക്കും. ഈ കാലയളവിൽ എബ്രാം റീസി എന്ന് പറയുന്ന നേതാവ് ഇറാൻ്റെ അടുത്തൊരു സുപ്രീം ലീഡറായിട്ട് മാറാനുള്ള ഒരു ശേഷിയുള്ള വ്യക്തിയായിട്ടായിരുന്നു വിശേഷിപ്പിക്കപ്പെട്ടത്. അദ്ദേഹം ആദ്യഘട്ടങ്ങളിൽ ഒരു കോടതിയിലെ ഒരു ന്യായാധിപൻ എന്ന രീതിയിലായിരുന്നു ഉയർന്നു വന്നത്. അവസാനം 1988 ഒരു വിവാദമായിരിക്കുന്ന വിധി പ്രഖ്യാപനത്തിലും പ്ലസ് പല പ്രധാനപ്പെട്ട വഴിത്തിരിവായി മാറുന്ന പുതിയ പല കേസുകളിലും ഇദ്ദേഹത്തിൻ്റെ ഒരു വിധി ഉണ്ടായിരുന്നു പറയുന്ന കാര്യം ഇവിടെ കാണാൻ സാധിക്കും. അതിന് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു 1988 ഇറാൻ ഇറാഖ് യുദ്ധം നടന്നപ്പോൾ അന്ന് പല പ്രിസണേഴ്സിനെയും ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡ് കോപ്സ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഏകദേശം 50,000-ഓളം വരുന്ന പ്രിസണേഴ്സായിരുന്നു കസ്റ്റഡിയിലുണ്ടായിരുന്നത്. ഇതിൽ 30,000-ഓളം വരുന്ന ആൾക്കാർ, ഇതൊരു അൺഒഫീഷ്യൽ നമ്പറാണ്, ഒഫീഷ്യലായിട്ട് 5,000-ഓളം വരുന്ന ആൾക്കാർക്ക് വധശിക്ഷ വിധിക്കാനായിട്ട് കാരണമായ വ്യക്തി ഇദ്ദേഹമാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എബ്രാം റൈസിക്ക് ബുച്ചർ ഓഫ് ടെഹ്റാൻ എന്ന് പറയുന്നൊരു പേരും നൽകപ്പെട്ടിരുന്നു. സോ ടെഹ്റാനിൽ, അതായത് ഇറാൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലുള്ള ഒരു കശാപ്പുകാരൻ ഇദ്ദേഹം എന്ന രീതിയിലായിരുന്നു അന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എബ്രാം റൈസി എന്ന് പറയുന്ന നേതാവ് 2020 അധികാരത്തിൽ വരുമ്പോഴും അതേപോലെ ഒരു വളരെയധികം ഹാർഷായിരിക്കുന്ന ഇസ്ലാമികമായിരിക്കുന്ന പ്രക്രിയയും പല പുതിയ ചേഞ്ചസും ഇറാനിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമായിരുന്നു പലരും വിശേഷിപ്പിച്ചത്. അതേ ഒരു കാര്യമായിരുന്നു എബ്രാം റൈസി നടപ്പാക്കിയത്. പ്രത്യേകിച്ച് 2022 തുടങ്ങപ്പെട്ട ഈ ഇറാൻ മുഴുവൻ വ്യാപകമായിട്ട് മാറിയിരുന്ന ഒരു പ്രൊട്ടസ്റ്റ്, അത് സ്ത്രീകളുടെ അവകാശവും ഇറാനിൽ നടപ്പാക്കേണ്ട പുതിയ പല മാറ്റങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നൊരു കാര്യമാണെങ്കിലും അത് അവസാനം ഇറാനിൽ എബ്രാം റൈസിയുടെ ഭരണകൂടത്തിനെതിരെയുള്ള വ്യാപകമായ പ്രതിഷേധമായിട്ട് മാറുകയും ആ പ്രതിഷേധത്തെ അടിച്ചമർത്താനായിട്ട് എബ്രാം റൈസ് സ്വീകരിച്ച പുതിയ പല സ്റ്റെപ്പുകളും അത് കൂടുതൽ വിവാദമായിട്ട് മാറപ്പെട്ടതും കാണാൻ സാധിക്കും. ഇങ്ങനെ എബ്രാം റൈസിക്കെതിരെ ഇറാൻ്റെ അകത്ത് തന്നെ വ്യാപകമായ പ്രതിഷേധമുണ്ടെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ഈവൻ 2021 ഒരു ഒഫീഷ്യൽ സർവേ പ്രകാരം സൂചിപ്പിക്കുന്ന കാര്യമായിരുന്നു എബ്രാം റൈസിയുടെ ഭരണസമയത്ത് ഇറാൻ്റെ അകത്തുള്ള ജനങ്ങൾ, ഈ ജനങ്ങൾക്കിടയിൽ 46% വരുന്ന ആൾക്കാർക്കിടയിൽ മതവിശ്വാസം പൂർണ്ണമായിട്ടും ഇല്ലാതെ എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി കാണാൻ സാധിക്കും. അതായത് അടിച്ചമർത്തിക്കൊണ്ട് മതവിശ്വാസം ജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്നുകൊണ്ട് അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു ഭരണകൂടമാണ് എബ്രാം റൈസിയുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഇറാൻ്റെ അകത്ത് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ എബ്രാം റൈസിയുടെ മരണം ഇറാനിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന രീതിയിൽ പോലും കാണാൻ സാധിക്കും. ഇതാണ് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പിക്ചർ എന്ന് പറയാൻ സാധിക്കും. പക്ഷെ ഇവിടെയാണ് എബ്രാം റൈസിക്ക് സംഭവിച്ച കാര്യം എന്താണെന്ന് പറയുന്ന ചോദ്യം വീണ്ടും ആവർത്തിച്ച് ഉന്നയിക്കപ്പെടുന്നത്. അതിന് 3 പോസിബിൾ റീസൺസ് കാണാൻ സാധിക്കും. എബ്രാം റൈസിക്ക് എന്താണ് സംഭവിച്ചിരിക്കാമെന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ട് സയന്റിഫിക്കലി പറയുന്ന അഭിപ്രായമാണ് മോശം കാലാവസ്ഥ മൂലം നടന്നിരിക്കുന്ന ഒരു അപകടമായിരിക്കാമെന്ന് പറയുന്ന കാര്യം. ഇതിന് പൂർണ്ണമായിട്ടും ഇന്ന് വലിയ തോതിലുള്ള ഒരു അഭിപ്രായങ്ങൾ കേൾക്കാൻ സാധിക്കും. അതായത് ഈ ഒരു പ്രദേശം, അവിടെ ഉണ്ടായിരുന്ന മൊത്തം സിറ്റുവേഷൻ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ കാലാവസ്ഥ വളരെ മോശമാണെന്നും ഇദ്ദേഹത്തെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഹെലികോപ്റ്റർ അത് വളരെയധികം കാലപ്പഴക്കമുള്ള ഹെലികോപ്റ്ററാണ്. ഏകദേശം ഒരു 40 വർഷമെങ്കിലും മിനിമം കാലപ്പഴക്കം ഉണ്ടാകുന്ന കണക്കാക്കുന്നത്. ഇദ്ദേഹത്തെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഹെലികോപ്റ്റർ ഒരു അമേരിക്കൻ നിർമ്മിതമായിരിക്കുന്ന ഹെലികോപ്റ്ററാണ്. പക്ഷേ അതിൻ്റെ പാർട്സ് ഒന്നും ഇന്ന് ഇറാൻ്റെ കൈവശമില്ല. അതുകൊണ്ട് ഇറാൻ പലപ്പോഴും റഷ്യയുടെ കയ്യിൽ നിന്നും ഇറാനെ സഹായിക്കുന്ന ചൈനയുടെ കയ്യിൽ നിന്നുമാണ് ഈ പാർട്സ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇത്തരം ഹെലികോപ്റ്റേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റേഴ്സിൻ്റെ കാലപ്പഴക്കം അതിന് സാങ്കേതികമായിരിക്കുന്ന പ്രശ്നം സംഭവിക്കാനുള്ള ഒരു സാധ്യതയും വളരെയധികം കൂടുതലാണെന്ന് പറയാൻ സാധിക്കും. മാത്രമല്ല ഈ കാലാവസ്ഥ, അദ്ദേഹം സഞ്ചരിച്ചിരിക്കുന്ന ഹെലികോപ്റ്റർ, ആ ഒരു ഹെലികോപ്റ്റർ പോയിരിക്കുന്ന സമയത്തുണ്ടായിരുന്ന കാലാവസ്ഥ അത് ലെവൽ 5 എന്ന് പറയുന്ന സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. ലെവൽ 1 മാത്രം സഞ്ചരിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലെ ഹെലികോപ്റ്ററാണ് ഇദ്ദേഹം പോയിരിക്കുന്നത്. പക്ഷേ ലെവൽ 5 എന്ന് പറയുന്ന ഒരു ഫേസിലോട്ട് പോയിരിക്കുന്ന കാലാവസ്ഥ ഉണ്ടായിട്ടും അത്തരമൊരു ചുറ്റും മൂടൽ മഞ്ഞ് നിറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഹെലികോപ്റ്റർ മാർഗം തന്നെ ഇദ്ദേഹം സഞ്ചരിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കാര്യവും ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട്. കാരണം റോഡ് മാർഗം തിരികെ വരുമെന്ന വാർത്തയായിരുന്നു ആദ്യം പുറത്തു വന്നത്. പല വാർത്താ മാധ്യമങ്ങളും ഇദ്ദേഹത്തിന് കൊല്ലപ്പെട്ടിട്ടില്ല എന്നും ഇദ്ദേഹം റോഡ് മാർഗം തിരികെ ടെഹ്റയിലെത്തിയെന്നായിരുന്നു ആദ്യഘട്ടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് അങ്ങോട്ടായിരുന്നു ഇറാൻ്റെ ഒഫീഷ്യലായിരിക്കുന്ന വിശദീകരണം പുറത്തു വന്ന ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് റോഡ് മാർഗം സഞ്ചരിക്കാതെ ഹെലികോപ്റ്റർ മാർഗം ഇത്തരമൊരു മോശം കാലാവസ്ഥയായിട്ടും ഇദ്ദേഹം വന്നു എന്ന് പറയുന്ന ചോദ്യം ഇവിടെ അവശേഷിക്കാതെ തുടരുന്നുണ്ട്. സോ കാലാവസ്ഥ ഒരു പോസിബിൾ റീസണായിട്ട് പലരും ഉന്നയിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അട്ടിമറി എന്ന് പറയുന്നത്. അതായത് ഇസ്രായേലിൻ്റെ ഒരു സ്ട്രോങ് പ്രസൻസ്, മൊസാഡിൻ്റെ ഒരു സ്ട്രോങ് പ്രസൻസ് ഇറാൻ്റെ അകത്തുണ്ട്. 2023 പോലും ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അന്ന് ജൂലൈ മാസം ഇറാൻ്റെ അകത്ത് നിന്ന് ഒരു കൂലിപ്പട്ടാളത്തിൻ്റെ തലവനെ ഇസ്രായേൽ കടത്തിക്കൊണ്ടുപോയെന്നും
ഇസ്രായേൽ തിരികെ കൊണ്ടുപോയെന്ന് പറയുന്ന വാർത്തയും അന്ന് പുറത്തു വന്നിരുന്നു. അന്ന് ആ ഒരു ഹിറ്റ്മെനെ കടത്തിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലിലെ പല ടോപ്പ് ലീഡേഴ്സിനെയും വിദേശ രാജ്യങ്ങളിലെ പല പൗരന്മാരെയും വധിക്കാനായിട്ട് ഇയാൾ പ്ലാൻ ചെയ്തു പറയുന്ന കാര്യം ഇസ്രായേൽ മനസ്സിലാക്കിയതുകൊണ്ടാണെന്നും അങ്ങനെ മൊസാഡിന്റെ പ്രസൻസ് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ പോലും ഇതിനെ വ്യാഖ്യാനിച്ചിരുന്നു. ഈവൻ ഇത് മാത്രമല്ല, പലപ്പോഴും ഇറാന്റെ അകത്തുള്ള പല ആണവ നിലയങ്ങളിലും ഇസ്രായേലിലെ സൈബർ ആക്രമണവും ഇവൻ ഇസ്രായേലിലെ തന്നെ സോൾജേഴ്സ് അവരുടെ മൊസാഡിന്റെ പല കമാൻഡോസും അകത്ത് കടന്നു എന്ന് ചില ആസൂത്രിതമായിരിക്കുന്ന അട്ടിമറി നടത്തുന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇറാന്റെ അകത്ത് ഇപ്പോഴും മൊസാഡിന്റെ പ്രസൻസ് ഉണ്ടെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലരും ഇന്ന് മൊസാഡ് ആയിരിക്കാം ഈ ഒരു അപകടത്തിന് പിറകിലെന്ന രീതിയിൽ പോലും ഇതിനെ കൃത്യമായിട്ട് വീക്ഷിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം ഈ ഒരു അപകടം സംഭവിച്ച സിറ്റുവേഷൻ അതാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും പലരും വിലയിരുത്തുന്നത്. ഈവൻ ഒരു ബോംബ് ബ്ലാസ്റ്റ് സംഭവിച്ചുകൊണ്ട് വിമാനം പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ, ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാത്രമായിരിക്കും പെട്ടെന്ന് ഈ മുഴുവൻ കമ്മ്യൂണിക്കേഷനും ഇല്ലാതാവുക. അല്ലാതെ ഒരു കമ്മ്യൂണിക്കേഷൻ തകരാറ് പെട്ടെന്ന് സംഭവിക്കില്ലെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ഇന്ന് പലരും ഈ ഒരു വിഷയത്തെപ്പറ്റി അഭിപ്രായപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററിന്റെ ബ്ലാക്ക് ബോക്സും ബാക്കിയുള്ള പല സാങ്കേതികമായിരിക്കുന്ന ഡാറ്റയും പരിശോധിച്ചാൽ മാത്രമേ എന്താണ് സംഭവിച്ചെന്ന കാര്യത്തെപ്പറ്റി ഒരു നിഗമനത്തിലെത്താൻ സാധിക്കുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ കൂടാതെ മറ്റൊരു പോസിബിൾ റീസൺ ആയിട്ട് പുറത്തു വരുന്ന ഒരു കാര്യമാണ് ഇറാന്റെ അകത്ത് ഇറാന്റെ ഭരണകൂടത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ അകത്തിനുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകളോ ഏതെങ്കിലും സംഘടനകളോ ഇറാന്റെ പ്രസിഡന്റിനെ വകവരുത്താൻ വേണ്ടി മനഃപൂർവ്വം ഈ ഒരു അപകടം ഉണ്ടാക്കിയിരിക്കാമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ഇവിടെ അഭിപ്രായപ്പെടുന്നത് കാണാൻ സാധിക്കും. ഇവൻ പൈലറ്റ് അട്ടിമറി നടത്തുന്ന രീതിയിൽ പോലും പലരും ഇതിനോടൊപ്പം തന്നെ വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. സോ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇത്തരം പോസിബിൾ റീസൺസ് ഇവിടെ കടന്നു വരുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ പല പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളും പലതരത്തിലുള്ള സൂചനകളും ഇതിനോടൊപ്പം പുറത്തു വരുമ്പോൾ തന്നെ ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പേരും മൊസാഡ് എന്ന് പറയുന്ന ഇസ്രായേലിലെ സംഘടനയുടെ പേരും വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു അപകടമല്ല എന്നും ഇതൊരു മനഃപൂർവ്വമുള്ള ഒരു അട്ടിമറിയാണെന്ന തരത്തിൽ പോലും വ്യാഖ്യാനിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഇതിനോടകം നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഇതൊരു അട്ടിമറി ആകാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണെന്ന് പറയുന്നത്. കാരണം ഒരുപക്ഷെ ഇസ്രായേലാണ് അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിച്ചാലും അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിരിക്കുന്ന ഇറാന്റെ ഒരു തലവനാണ്. അതായത് ഇറാന്റെ ഏറ്റവും സുപ്രീം ലീഡറിൽ ഒരാളായിട്ട് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഇതൊരു ആക്ട് ഓഫ് വാർ ആയിട്ട് മാറുന്ന ഒരു കാര്യമാണ്, ഒരു യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനൊരു സിറ്റുവേഷൻ, അങ്ങനൊരു നീക്കം ഇസ്രായേൽ ആഗ്രഹിക്കില്ല എന്നും അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അങ്ങനൊരു തീരുമാനം എടുത്തിരിക്കില്ല എന്ന് പറയുന്ന രീതിയിലാണ് എക്സ്പേർട്സ് ഇതിനെ കണക്കാക്കുന്നത്. സോ ഈ അപകടത്തിന് പിറകിൽ ഒരു അപകടം മാത്രമായിരിക്കാമെന്നുള്ള സൂചനയാണ് ഏറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെടുന്നത്. മാത്രമല്ല ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പരിഗണിക്കാൻ സാധിക്കുക, ഇതൊരു സിറ്റുവേഷൻ, ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് നോക്കുമ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു ഓൾ ടൈം ലോവസ്റ്റ് ആയിരിക്കുന്ന റിലേഷൻഷിപ്പാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു യുദ്ധമായിട്ട് മാറിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ പേരിൽ ഒരു യുദ്ധമായിട്ട് മാറിക്കഴിഞ്ഞാൽ അതൊരു വലിയ റീജിയണൽ വാറായിട്ട് മാറുമെന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയും മാക്സിമം ഇതിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഇന്ന് പല ലോക നേതാക്കന്മാരുടെ ഭാഗത്തുള്ള പ്രതികരണവും കേൾക്കാൻ സാധിക്കും. പക്ഷേ ഇതൊരു അട്ടിമറി ആണെങ്കിൽ പോലും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന മറ്റൊരു സത്യം തന്നെയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാകുന്ന ഒരു കാര്യം. ഇറാന്റെ അകത്ത് പുറത്തു വരുന്ന ഈ ഒരു വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇന്ന് ജിയോ പൊളിറ്റിക്സിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് തന്നെയാണ്. കാരണം ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് പോലും ഇറാനിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ ചേഞ്ച് അത് കാര്യമായ പ്രശ്നമായിട്ട് മാറിയേക്കാം. കാരണം എബ്രാം റൈസി എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ ഗവൺമെൻറ്റിൻ്റെ തലവനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സോ ആ ഒരു കൊലപാതകം അല്ലെങ്കിൽ ആ ഒരു മരണത്തിന് ശേഷം ഇനി സംഭവിക്കാൻ പോകുന്ന പല പൊളിറ്റിക്കൽ ഡിസിഷൻസും പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ചേഞ്ചസും അത് ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് പ്രശ്നമായി തീർന്നേക്കാം. ഏറ്റവും ഒടുവിൽ ഇന്ത്യയും ഇറാനും 10 വർഷക്കാലത്തേക്ക് പുതിയൊരു കരാർ സൈൻ ചെയ്തിരുന്നു, ചാബഹാർ പോർട്ട് എന്ന് പറയുന്ന ചാബഹാർ തുറമുഖത്തിന് വേണ്ടിയിട്ട്. ആ തുറമുഖത്തിൻ്റെ കരാർ പോലും ഇന്ത്യ സൈൻ ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നായി മാറിയ വ്യക്തിയാണ് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്ററും ഇറാൻ്റെ പ്രസിഡന്റും. ഇവരെല്ലാവരും തന്നെ ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തികൾ കൂടിയാണ്. സോ ആ ഒരു മാറ്റം ഇറാൻ്റെ പൊളിറ്റിക്കൽ ചേഞ്ചസിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് കൂടുതൽ പങ്കാളിത്തം നൽകാനും ഇന്ത്യയുമായിട്ട് കൂടുതൽ പല മേഖലയിൽ സഹകരിക്കാൻ, അതേപോലെ തന്നെ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും അമേരിക്കയ്ക്കെതിരായിട്ടുള്ള പല രാജ്യങ്ങളുമായിട്ടും സഹകരിക്കാനായിട്ട് ഇറാൻ ശ്രമിച്ചിരുന്നു. സോ ആ ഒരു മാറ്റങ്ങൾക്കെല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വിശേഷിപ്പിക്കുന്ന വ്യക്തികൾ ഒരാൾ കൂടിയാണ് എബ്രാം റൈസി. സോ എബ്രാം റൈസിയുടെ കൊലപാതകം അല്ലെങ്കിൽ ആ ഒരു മരണത്തിന് ശേഷം ഇനി എന്താണ് സംഭവിക്കുക എന്നൊരു ചോദ്യം ഇവിടെ അവശേഷിക്കാൻ തുടരുന്നുണ്ട്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഉന്നയിക്കപ്പെടുന്ന അഭിപ്രായമാണ് ഇനി ഇറാൻ്റെ ലീഡർഷിപ്പ് എന്തായി തീരുമെന്ന് പറയുന്ന കാര്യം. കാരണം അടുത്തൊരു സുപ്രീം ലീഡറായിട്ട് മാറാൻ കെൽപ്പുള്ള വ്യക്തിയായിട്ടായിരുന്നു എബ്രാം റൈസിയെ പലരും വിശേഷിപ്പിച്ചത്. ആയത്തുള്ള അലി ഖമേനിക്ക് ശേഷം ഇറാൻ്റെ ഒരു ടോപ്പ് ലീഡറായിട്ട് മാറാൻ സാധ്യതയുള്ള വ്യക്തിയായിട്ട് കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ഇല്ലാതായിരിക്കുന്നത്. അതുകൊണ്ട് ഇറാനിൽ ഇനി എന്ത് സംഭവിക്കുന്നൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതിനോടകം പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളൊരു കാര്യം പുറത്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി മറ്റൊരു വീഡിയോ സംസാരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി എന്താണ് തോന്നുന്നത്? ഇതൊരു അപകടമാണോ ഇല്ലൊരു അട്ടിമറിയാണോ?
നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇതൊരു അപകടം മാത്രമായിട്ട് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇറാൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനും ഇറാൻ്റെ അകത്തുള്ള സെക്യൂരിറ്റിയും വെച്ച് നോക്കുമ്പോൾ ഇതൊരു അട്ടിമറിയായിട്ട് മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ആക്ട് ഓഫ് വാറായിട്ട് മാറുന്നൊരു കാര്യം കൂടിയാണ്. അങ്ങനെ സംഭവിച്ചാൽ അതൊരു യുദ്ധതുല്യമായ അന്തരീക്ഷം മിഡിൽ ഈസ്റ്റ് സൃഷ്ടിക്കുമെന്ന് പറയുന്ന ഏറ്റവും വലിയ സത്യം തന്നെയാണ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ജയ് ഹിന്ദ്.